ഇസ്രായേലിൽ പാതിരാത്രിയും സൂര്യനുദിക്കുന്നു. സൂര്യവെളിച്ചമാണ് ഇപ്പോൾ രാത്രിയിൽ ഇസ്രായേൽ ദൃശ്യമാകുന്നത് എന്ന തരത്തിൽ ഒരു പടിഞ്ഞാറൻ മീഡിയ നൽകിയിരിക്കുന്ന റിപ്പോർട്ട് ഇപ്പോൾ വലിയ വിവാദമായിരിക്കുകയാണ്. നിലക്കാത്ത രീതിയിലുള്ള മിസൈൽ ആക്രമണത്താൽ പൊറുതിമുട്ടുകയാണ് ഇസ്രായേലി ജനങ്ങൾ എന്ന്. കേളികേട്ട അയൺ ഡോം പ്രതിരോധ സംവിധാനത്തിനൊന്നും ഇസ്രായേലിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. അപ്രതീക്ഷിതമായിരിക്കുന്ന ആക്രമണ പരമ്പരകൾ തന്നെ രാത്രിയെന്നോ പകലെന്നോ ഇടതടവില്ലാതെ ഇറാനിൽ നിന്ന് ഇസ്രായേലിൻ്റെ ഏറെക്കുറെ മുഴുവൻ നഗരങ്ങളിലേക്കും ഇപ്പോൾ പ്രവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ആദ്യ ഘട്ടത്തിലൊക്കെ ഏറെക്കുറെ പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് സാധിച്ചു. പിന്നീട് പ്രതിരോധം അപ്പാടെ തകർന്നു. പ്രതിരോധിക്കാനുള്ള സംവിധാനത്തിൻ്റെ മെഷീനറി പോലും തകർത്തെറിയപ്പെടുന്ന രീതിയിലാണ് ഇറാൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന അതിശക്തമായിരിക്കുന്ന മിസൈലിൻ്റെ ശക്തി എന്നുള്ളതാണ് അദ്ദേഹം ആ കുറിപ്പുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. സുരക്ഷിതത്വം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ജൂതരാജ്യത്തിന് വേണ്ടി ഗവൺമെൻറ് എല്ലാ കാലത്തും വാഗ്ദാനം ചെയ്തതാണ്. ഒരു മതനിയമത്തിൻ്റെ ഭാഗമായി ജൂതരെ സംരക്ഷിക്കുക എന്നുള്ളത് തൻ്റെ കടമയും കർത്തവ്യവുമാണ്. ദൈവം എന്നെ നിയോഗിച്ചത് അതിനു വേണ്ടിയിട്ടാണ് എന്ന് പല ഘട്ടങ്ങളിലായി ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്. വിശാല ഇസ്രായേൽ സാമ്രാജ്യം സ്ഥാപിക്കുക എന്നുള്ള ഒരു നിയമ സംവിധാനം, അതായത് മതനിയമപ്രകാരം അങ്ങനെ ഒന്ന് ഉണ്ട് എന്നാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി UN സഭയിൽ പോലും സ്ഥാപിച്ചെടുത്തത്. അതിന് നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ് എന്ന തരത്തിൽ. എന്നാൽ ഇന്ന് ഇസ്രായേലിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ, അവിടുത്തെ ജനങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം, സാമ്രാജ്യം സ്ഥാപിക്കുന്നതിനപ്പുറം ആ ദേശത്തുള്ള ജൂത വിഭാഗത്തിന് സംരക്ഷണം നൽകാൻ പോലും സാധിക്കാത്ത വിധം സർക്കാർ പരാജയമാണ്. മറ്റു ലോക രാജ്യങ്ങൾക്ക് ഇടയിൽ ഇടപെടുന്ന സമയത്ത് സ്വന്തം രാജ്യത്തിൻ്റെ സുരക്ഷിതത്വവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കൃത്യമാക്കുകയും വ്യക്തമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ചെയ്യേണ്ട പ്രധാനമായിരിക്കുന്ന കാര്യം. രാത്രികളിൽ സുരക്ഷിതമായ രീതിയിൽ കിടന്നുറങ്ങാൻ സാധിക്കാത്ത വിധം ഒരു രാജ്യം അധപ്പതിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ദയനീയമായിരിക്കുന്ന ചിത്രങ്ങളും സ്ഥിതികളും വിലയിരുത്തേണ്ടത് തന്നെയാണ് എന്നും കൂടി ആ കുറിപ്പിൽ പറയുന്നു. ചില അപ്രിയ സത്യങ്ങൾ എന്ന തരത്തിലാണ് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വിശദീകരണം പടിഞ്ഞാറൻ മീഡിയകളിൽ, ആ മീഡിയകൾ ഒന്നല്ല പല മീഡിയകളിൽ അങ്ങനെ വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അവർ പറയുന്നു, സൂര്യൻ അസ്തമിക്കുന്നില്ല ഇസ്രായേലിൽ, രാത്രിയിലും ഉദിച്ചുകൊണ്ടിരിക്കുന്നു. സൂര്യപ്രകാശത്തേക്കാൾ കഠിനമാണ് ഇസ്രായേലിൻ്റെ മിസൈലിൻ്റെ വർഷം നടക്കുന്നത്. അത് നക്ഷത്രത്തെ പോലെ തിളങ്ങി നിന്ന് അപ്രത്യക്ഷമാകുന്നു, പിന്നീട് പ്രത്യക്ഷമാകുന്നു, പിന്നീട് ഭൂമിയിലേക്ക് വീണ് പൊട്ടുന്നു. എന്തൊക്കെയോ മറിമായങ്ങൾ ആ ദേശത്ത് നടക്കുന്നുണ്ട് എന്ന് ചുരുക്കം. വരുന്ന മിസൈലിനെ പ്രതിരോധിക്കാൻ വേണ്ടി അയൺ ഡോം ആകാശത്തിലേക്ക് കയറിപ്പോകുന്ന ഈ ചിത്രങ്ങളൊക്കെ പുറത്ത് വിട്ടുകൊണ്ട് പിന്നീട് ആ പ്രതിരോധവുമായിട്ട് പോകുന്ന മിസൈലിനെ കാണുന്നില്ല. പക്ഷേ ഇറാൻ്റെ മിസൈൽ ഭൂമിയിൽ വീഴുകയും ചെയ്യുന്നു. പൊട്ടിത്തെറിക്കുക എന്ന് പറഞ്ഞാൽ കഠിനമായിരിക്കുന്ന ശബ്ദത്തോടു കൂടി തന്നെയാണ് ഇത് പൊട്ടിത്തെറിച്ച് വ്യാപകമായിരിക്കുന്ന നാശങ്ങളാണ് ഉണ്ടാക്കുന്നത്. സർക്കാർ സ്ഥിരീകരിക്കുന്നില്ല എന്നതുകൊണ്ടും സർക്കാർ ലോകത്തോട് സംസാരിക്കരുത് എന്ന് പറയുന്നു എന്നതുകൊണ്ടും ഇവിടെ അപകടങ്ങൾ ഉണ്ടാകുന്നില്ല എന്നതിനർത്ഥമില്ല. ഇവിടെ നിരന്തരം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. സംസാരിക്കാൻ പറ്റാത്ത പ്രതിസന്ധിയിൽ ജനങ്ങളാവുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പ്രയാസമുണ്ട് എന്ന് പുറത്ത് പറയാനുള്ള ഒരു ധൈര്യം ചോർന്നു പോയിരിക്കുന്നു എന്നുള്ളതും സുരക്ഷിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ തങ്ങൾ വല്ലാത്ത രീതിയിൽ ആകുലരായിരിക്കുകയാണ് എന്നുമാണ് പല വ്യക്തികളെ ഉദ്ധരിച്ചുകൊണ്ടും റിപ്പോർട്ടായിട്ട് പുറത്തു വരുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയ അടക്കമുള്ള എല്ലാ മീഡിയ സംവിധാനങ്ങളെയും ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് ഇസ്രായേൽ ഗവൺമെൻറ്. ഒരു കാര്യം പോലും പുറത്തേക്ക് പറയാൻ പാടില്ല. അത് രാജ്യദ്രോഹ കുറ്റത്തിൻ്റെ ഭാഗമായി വലിയ രീതിയിലുള്ള നിയമ നടപടി സ്വീകരിക്കാൻ കാരണമാകും എന്നൊക്കെ പറഞ്ഞു വെച്ചതാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ നടക്കുന്ന സംഭവങ്ങൾ പുറംലോകം അറിയിക്കുക എന്നുള്ളതും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുക എന്നുള്ളതും തെറ്റായിരിക്കുന്ന ഒരു കീഴ്വഴക്കമാണ് എന്നതിനാൽ യഥാർത്ഥത്തിൽ ആ ഭാഗത്തുള്ളവർക്ക് ഇതൊന്നും അറിയാൻ വേണ്ടി പുറത്ത് പറയാൻ വേണ്ടി സാധിക്കില്ല. എന്നിട്ടും അപൂർവമായിരിക്കുന്ന വീഡിയോകളൊക്കെ
പുറത്ത് വരുന്നുണ്ട് എന്നുള്ളത് ആ വീഡിയോയെ ആസ്പദമാക്കി പറയുന്ന സമയത്ത് തന്നെ ഞെട്ടിപ്പോകുന്ന സംഭവങ്ങളാണ് ഉണ്ട് എന്നുള്ളതാണ്. അതിന് പുറമായി സാറ്റലൈറ്റ് ചിത്രങ്ങൾ, സാറ്റലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ പുറത്ത് വരുന്നുണ്ട്. അവിടെ ഓരോരോ നിമിഷവും നടക്കുന്ന സംഭവത്തെയൊക്കെ കുറിച്ചൊക്കെ ഈ ഒപ്പിയെടുത്തുകൊണ്ടാണ് ആ വീഡിയോകൾ പുറത്ത് വരുന്നത്. അതും വലിയ രീതിയിൽ ഭയാനകരമായിരിക്കുന്ന സംഭവങ്ങളാണ്. ഗസ ഏതാണ്, ഈ ഇസ്രായേലിൻ്റെ നഗരങ്ങൾ ഏതാണ്, അതായത് ജെറുസലേം അടക്കമുള്ള നഗരങ്ങൾ ഏതാണെന്ന് തിരിച്ചറിയാത്ത വിധം തകർന്നടഞ്ഞിരിക്കുന്ന ബിൽഡിങ്ങുകളുടെ ശവപ്പറമ്പായി യഥാർത്ഥത്തിൽ ജെറുസലേം നഗരമൊക്കെ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടെ തന്ത്രപ്രധാനമായിരിക്കുന്ന മേഖലയിൽ അപ്പാടെ അതിൽ എയർപോർട്ട് മേഖല കേന്ദ്രീകരിച്ചും സീപോർട്ട് മേഖല കേന്ദ്രീകരിച്ചും ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ ആക്രമണം നടന്നത് സീപോർട്ട് കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ തുറമുഖങ്ങൾ 4-ലധികം തുറമുഖങ്ങൾ ഇപ്പോൾ അടിഞ്ഞു കിടക്കുകയാണ്. ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ അമേരിക്കയുടെ ഒരു യുദ്ധക്കപ്പലും നിൽക്കുന്നുണ്ട്. പക്ഷേ ആ യുദ്ധക്കപ്പൽ പോലും സുരക്ഷിതമല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഓരോരോ ദിവസവും 50-100 നോട്ടിക്കൽ മൈൽ പിറകോട്ട് കപ്പൽ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഹാരിസ് ട്രൂമാൻ എന്ന് പറയുന്ന കപ്പലിനെ കുറിച്ചാണ് അവർ ആ റിപ്പോർട്ട് പറയുന്നത്. ഇനിയിപ്പോൾ അറബിക്കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന അബ്രഹാം ലിങ്കൺ കപ്പലാണെങ്കിലും ഏറെക്കുറെ ഇങ്ങനെ തന്നെയാണ്. ഇപ്പോൾ 750 നോട്ടിക്കൽ മൈൽ ദൂരത്താണ്. ആദ്യം 500 ആയിരുന്നു, പിന്നെ അത് 100 പുറകോട്ട് പോയി, അങ്ങനെ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ സുരക്ഷിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ രീതിയിലുള്ള ആശങ്ക ജനിപ്പിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങൾ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതും അവിടെ നമ്മൾ കേൾക്കുകയോ കാണുകയോ മനസ്സിലാക്കുകയോ ചെയ്യുന്ന തരത്തിലല്ല ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നത്. ഭയാനകരമായിരിക്കുന്ന ആ സ്ഥിതിയിലേക്ക് ഒരു രാജ്യം മാറുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. മറ്റ് രാജ്യത്ത്, ഇറാനെ പോലെയുള്ള രാജ്യത്തെ വളരെ എളുപ്പത്തിൽ കീഴടക്കിക്കൊണ്ട് അവിടെ വലിയ സുരക്ഷിതാ ബോധമുണ്ടാക്കി ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തെ ഒരു സ്വതന്ത്ര റിപ്പബ്ലിക് പോലെ ഒരു രാജ്യത്തിൽ നിന്നും ഇല്ലാത്ത തരത്തിലും മറ്റേതെങ്കിലും പ്രോക്സി വിഭാഗം ആക്രമിക്കാനില്ലാത്ത തരത്തിലും സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് യുദ്ധം തന്നെ ആരംഭിച്ചത്. ഇപ്പോൾ ഉള്ള നിയന്ത്രണം പോലും നഷ്ടപ്പെടുന്ന രീതിയിലും ഉള്ള ജൂത വിഭാഗത്തിന് തന്നെ സുരക്ഷിതം നൽകാൻ പറ്റാത്ത വിധത്തിലും ഇസ്രായേൽ എന്ന് പറയുന്ന സർക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും ഇതിൽ നിന്ന് കരകയറുക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ്. കാര്യം ഗസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെ അവരെ വല്ലാത്ത രീതിയിൽ പ്രകോപിപ്പിക്കുകയും വരാൻ പോകുന്ന തലമുറക്ക് പോലും ഇസ്രായേലിനോട് ശത്രുത തോന്നുന്ന തരത്തിലുള്ള സംവിധാനം ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ ഒന്നും ഏറെക്കുറെ നമ്മൾക്ക് നല്ലൊരു സമാധാനമായിരിക്കുന്ന ഒരു അന്തരീക്ഷം പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല എന്നുള്ളിടത്തേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ ഇവിടുത്തെ സ്ഥിതി കാര്യങ്ങൾ വിലയിരുത്തുന്ന സമയത്ത് ശാന്തതയില്ലാത്ത, സമാധാനമില്ലാത്ത, സന്തോഷമില്ലാത്ത ഒരു മരണവീട് പോലെയായി ഒരു രാജ്യം മാറുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണ്. ഇതിൽ നിന്ന് മോചിക്കാനുള്ള കാര്യത്തെക്കുറിച്ചുള്ള സൊല്യൂഷനും അവർ പറയുന്നുണ്ട്. യുദ്ധം നിർത്തി സമാധാന ചർച്ചയ്ക്ക് അവസരമൊരുക്കുക എന്നതല്ലാതെ മറ്റൊരു പോംവഴികളുമില്ല. ഒരു തരത്തിൽ പോലും ഇറാനെ കീഴ്പ്പെടുത്താൻ വേണ്ടി സാധിക്കുകയില്ല എന്ന് മാത്രമല്ല, അവിടെ നിന്നുള്ള തിരിച്ചടികളെ പ്രതിരോധിക്കാനുള്ള സംഘശേഷി നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേൽ കൈമോശം വന്നിരിക്കുന്നു. ഇതൊരു അപകട സൂചനയാണ്, ഇതൊരു മുന്നറിയിപ്പാണ്. ഈ മുന്നറിയിപ്പും അപകട സൂചനയും കൃത്യമായ രീതിയിൽ ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റേതായിരിക്കുന്ന ഭവിഷ്യത്തുണ്ടാകും എന്നുകൂടി പറഞ്ഞു വെക്കുന്നു.